Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. രണ്ട് ലിസ്റ്റ് ഉണ്ട്, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ദ ഫസ്റ്റ് ഇസ് മോട്ടീവ്, ദെൻ യു ഹാവ് പ്ലോട്ട്, സെറ്റിംഗ് ആൻഡ് തീം. സോ ഇതിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ് സെറ്റിംഗ്, റൈറ്റ്? സോ വാട്ട് ഇസ് സെറ്റിംഗ്? സോ സെറ്റിംഗ് ഇസ് ദ ജനറൽ ലൊക്കേൽ, historical time and social circumstance in which the action occurs. So C is 2. So C2 ആയ നമുക്ക് you have option 3, right? So and D also is there. So setting എന്ന് വെച്ചാൽ ഒരു കഥ നടക്കുന്ന സ്ഥലം, സമയം, അതിലെ സാഹചര്യങ്ങൾ, അതിനെയൊക്കെയാണ് സെറ്റിംഗ് എന്ന് പറയുക. സോ ദാറ്റ്സ് ഓപ്ഷൻ C2 ആണ്. ഇനി now coming to the D1, theme എന്ന് വെച്ചാൽ എന്താ? Theme എന്ന് വെച്ചാൽ it's 1. Option 1 ആണ്. It's a general concept in a literary text which is designed to involve and persuade the reader to believe in it. നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആശയം അതിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ തീം എന്ന് പറയുന്നത്. Now coming to option B, that's plot. So plot എന്താണ് and motive എന്താണെന്നാണ്. So frequent ആയിട്ട് ഒരു വർക്കിൽ തുടർന്ന് റിപ്പീറ്റ് ചെയ്ത് റെക്കർ ചെയ്ത് വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ മോട്ടീവ് എന്ന് പറയുന്നത്. സോ A will be 3. So option 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, A will be 3. മോട്ടീവ് ഇസ് കോൺസ്പീഷ്യസ്. കോൺസ്പീഷ്യസ് എന്ന് വെച്ചാൽ മനഃപൂർവ്വമായിട്ട് നിരന്തരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലമെന്റ്സിനെയാണ് മോട്ടീവ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഐ തിങ്ക് സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ. ഐ തിങ്ക് ദാറ്റ് വുഡ് ബി എ ഗുഡ് എക്സാമ്പിൾ. സോ ടെന്നസി വില്യംസിന്റെ ഒരു ഫേമസ് വർക്കാണ് സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, യു ഹാവ് ദ സെൻട്രൽ ക്യാരക്ടർ ബ്ലാഞ്ച് ഡുബോയ്സ്. സോ ബ്ലാഞ്ചിന്റെ ഒരു കോൺസ്പീഷ്യസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹെർ ആക്ട് ഓഫ് ബേത്തിങ്. എപ്പോഴും കുളിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ബ്ലാഞ്ചിന്. സോ അതൊരു മോട്ടീവാണ്. സോ ലൈക്ക് വൈസ് ഓരോ പ്ലേസിലും അല്ലെങ്കിൽ ഓരോ വർക്ക്സിലും ഓരോ മോട്ടീവ്സ് ഉണ്ടായിരിക്കും, അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. സോ ദാറ്റ്സ് എ മോട്ടീവ്. ആൻഡ് ദെൻ പ്ലോട്ട് ഇസ് വെരി സിമ്പിൾ. ഇറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ഒരു സ്റ്റോറിയിൽ നടക്കുന്നതിനെയാണ് പ്ലോട്ട് എന്ന് പറയാം. ഇറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇറ്റ്സ് ഇവന്റ്സ് ആൻഡ് ആക്ഷൻസ് that achieve particular artistic and emotional effect. It's very simple. ഒന്നോ രണ്ടോ എണ്ണം നോക്കി വെച്ചാൽ you will get the other things. And motive ഒന്ന് ഓർത്ത് വെക്കുക, റെക്കർ ചെയ്ത് വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്കാണ് മോട്ടീവ് എന്ന് പറയുന്നത്. The next is question number 47. So Roger de Coverley is a fictional character devised by. ഇതൊരു ഫേമസ് ക്യാരക്ടറാണ്. ആരാണ് ഈ ക്യാരക്ടറിനെ കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. A. Agatha Christie, B. Joseph Addison, C. Francis Bacon, and D. A.C. Doyle. So correct option is Joseph Edison ആണ്. So Joseph Edison, you know that അദ്ദേഹം സ്പെക്ടറ്റർ എന്ന് പറഞ്ഞൊരു മാഗസിൻ്റെ എഡിറ്റർ ആണ്. So Joseph Edison has brought out this character in his very famous work, The Spectator. So Spectator എന്ന വർക്കിലെ മെയിൻ ആയിട്ട് സ്പെക്ടറ്റർ ക്ലബ് ആണ്. So Spectator ക്ലബിലെ ഫസ്റ്റ് മെമ്പർ ആണ് Roger de Coverley. So he is a character devised by Joseph Edison in The Spectator. In question 48, Aegis Ahmed in his theory works out the relationship between three entities. What are these three entities? Now, Aegis Ahmed, he writes about theory. So translation പറ്റി interlingual translation, then nation, language, ഇതൊക്കെ വരച്ചു കാട്ടുന്ന ഒരു റൈറ്ററാണ് ഏജസ് അഹമ്മദ്. സോ ഇദ്ദേഹത്തിന്റെ മെയിൻ വർക്കാണ് ഇൻ തിയറി. സോ ഇതിൽ 3 എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ആണ് കാണിക്കുന്നത്, ക്ലാസസ്, നേഷൻ, ലാംഗ്വേജസ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് വൺ. സോ ഇറ്റ് ഇസ് ക്ലാസസ്, നേഷൻ, ലാംഗ്വേജസ്. 2 സ്റ്റേറ്റ്, റിലീജിയൻസ്, ജെൻഡർ അതല്ല. ലിറ്ററേച്ചർ, പ്രിന്റ്, തിയറി നോ അതുമല്ല. റിലീജിയൻ, നേഷൻ, ലാംഗ്വേജ് അതുമല്ല. ക്ലാസസ് തമ്മിലുള്ള ഡിഫറൻസസ്, നേഷണൽ ഡിഫറൻസസ് ആൻഡ് ദ ലാംഗ്വേജ് ഡിഫറൻസസ് ആണ് Aegis Ahmed's in theory. You are working to find those out. Next is question number 49. It's again a statement based question. So first is assertion A ആണ്, second is reason R ആണ്. So assertion എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഫാക്ട്, ഒരു പ്രൂവൺ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ അസേർട്ട് ചെയ്ത് പറയുന്നത് അസേർഷൻസിനെ. റീസൺ എന്ന് വെച്ചാൽ അതിന്റെ കാരണം, ദ റീസൺ ഇസ് ബീങ് ഷോഡ്. So assertion A എന്താണ്? The word ambiguity and ambivalence
signify different ideas. So ambiguity and ambivalence എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഐഡിയാസിനെ കാണിക്കുന്നു എന്നാണ് assertion. Correct. ഇനി അതിൻ്റെ റീസൺ പറയുന്നത് ambiguity എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കണ്ടീഷൻ when an utterance has more than one meaning, thereby producing uncertainty. So ambiguity എന്ന് വെച്ചാൽ ഒരു അട്ടറൻസ് എന്തെങ്കിലും പറയുന്നതിന് ഒന്നിൽ കൂടുതൽ മീനിങ് ഉണ്ട്, അതുകൊണ്ട് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നതാണ് ambiguity എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് ഇസ് ആംബിവലൻസ്. The term ambivalence signals powerfully mutual contradictory feelings concerning a particular subject, thereby producing uncertainty. So ambivalence പറയുന്നത് ഒരു മ്യൂച്വലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഫീലിങ്സ് ഒരു സബ്ജക്റ്റിനെ പറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് ആംബിവലൻസ് എന്ന് പറയാം. അതിലും അൺസർട്ടനിറ്റി ഇവോക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. സോ ബേസിക്കലി ആംബിഗ്വിറ്റി ആൻഡ് ആംബിവലൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. രണ്ടും അൺസർട്ടനിറ്റി, അതായത് ഒരു എന്താ പറയുക, സർട്ടൺ അല്ലാത്ത ഷുവർ അല്ലാത്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് ഈ രണ്ട് ടേംസും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ബേസിക് ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ആംബിഗ്വസ് എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് ക്ലിയർ അല്ല, അതിന് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻറ്റർപ്രറ്റ് ചെയ്യാം. അങ്ങനത്തെ കേസസിലാണ് നമ്മൾ ആംബിഗ്വസ് ആണെന്ന് പറയാം ഒരു സിറ്റുവേഷൻ. പക്ഷെ ആംബിവലൻ്റ് എന്ന് വെച്ചാൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണ്, നിങ്ങൾക്ക് യു ഹാവ് ഗുഡ് ക്ലാരിറ്റി ഓഫ് വാട്ട് ദ സിറ്റുവേഷൻ ഇസ്, പക്ഷേ യു ആർ നോട്ട് അവെയർ ഓഫ് ദ ചോയ്സ് ദാറ്റ് യു ഹാവ് ടു മേക്ക്. അതിൽ നിന്ന് എന്ത് ചോയ്സ് ആണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് യു ഹാവ് നോ ക്ലൂ. സോ അതാണ് ആംബിവലൻസ്. സോ ബോത്ത് ആർ റിലേറ്റഡ് ടു അൺസർട്ടനിറ്റി. പക്ഷെ ആംബിഗ്വിറ്റിയിൽ യു ഡോണ്ട് നോ ദ വാട്ട് ദ സിറ്റുവേഷൻ ഇസ്. Ambivalence, you know the situation, you have good clarity, you don't know what to go ahead with it, how to go ahead with it. So both the statements are correct actually. Assertion 1 correct ആണ്, different ideas നെയാണ് അത് signify ചെയ്യുന്നത്. Although uncertainty ആണ് end result എങ്കിലും ideas are slightly different and it could be the right explanation. കുറച്ച് conflicting ആയിട്ടാണ് ഈ reason ആര് frame ചെയ്തിരിക്കുന്നത്. So that's why we are arriving at R is the correct explanation. Now we have question number 50. It's again a match the following. So list 1 and list 2 under. List 1, The Wretched of the Earth by Frantz Fanon. It's a very famous work. Post-colonial theory പഠിക്കുന്ന സമയത്ത് നിങ്ങളത് പഠിക്കും. So Wretched of the Earth is by Frantz Fanon. Second is Orientalism. അതും post-colonialism related ആയിട്ടുള്ള work ആണ്. അത് എഴുതിയിട്ടുള്ളത് എഡ്വേർഡ് സെയ്ഡ് ആണ്. So ഈ രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആയാൽ let's see. Wretched of the Earth by Frantz Fanon, A is 4, right? Then Orientalism by Edward Said, true, B is 3. And then you have D, that is In My Father's House, Africa and the Philosophy of Culture. So idile orale African writer ullu, and that is Anthony Appiah. So D should be 1. So adukondu option 4 aanu correct answer. And Mask of Conquest, Gauri Vishwanathan, Indian critical theorist aanu avaru. She is focusing again on post-colonial theory. So Wretched of the Earth, Frantz Fanon work ആണ്. Orientalism Edward Said ആണ്. Mask of Conquest Gauri Vishwanathan ആണ്. And In My Father's House, Africa and the Philosophy of Culture അത് Anthony Appiah work ആണ്. Okay, now moving on to the next question, 51. Eco-criticism is. So critical theory eco-criticism is ഒരു important part ആണ്. So options നോക്കാം. First, it's sometimes called green cultural studies. 2, one of the fastest growing critical approach. Third, criticism concentrating on the relationship between literature and natural environment. And the last is all of the above. So in your question you can see all the options are fairly good. ഇതെല്ലാം eco-criticism related ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. So that's why the correct answer is all of the above. Green cultural studies എന്നും eco-criticism പറയുന്നുണ്ട്. And ഇപ്പോൾ എമർജ് ചെയ്യുന്ന ഒരു ലിറ്റററി ട്രെൻഡ് കൂടിയാണ് eco-criticism. You can see it in ഒരു famous writer-ന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർഗരറ്റ് ആറ്റ്വുഡ്. അവരുടെ വർക്ക്സിലൊക്കെ നിങ്ങൾക്ക് eco-criticism കാണാൻ സാധിക്കും. ആൻഡ് ലിറ്ററേച്ചർ നാച്ചുറൽ എൻവയോൺമെന്റിന്റെ റിലേഷൻ ആണ് കാണിക്കുന്നത്. Now the next is Wings of Fire is an autobiography of. So ഇതൊരു very simple question ആണ് and all of us would be able to answer it, right? So it's an autobiography of APJ Abdul Kalam. So option 2. Option 1, Kalpana Chawla. No, it's not her autobiography. Option 3, Pranab Mukherjee. It's neither his. Fourth is Tagore. No, ഇവരുടെ ഒന്നുമല്ല. Wings of Fire is the autobiography of APJ Abdul Kalam. Awal Pakir Jainuddin Abdul Kalam, right? And he was a favorite of our country. Let's move to the next question. 53. So Thomas More's Utopia is a book written in option 1, single volume, option B, double volumes,
read triple volumes, and D, none of the above. So Utopia, Thomas More's famous work ആണ്. It basically means no place. പക്ഷെ ബെസ്റ്റ് പ്ലേസ് എന്നും യൂട്ടോപ്പിയയ്ക്ക് പറയുന്നുണ്ട്. നോ പ്ലേസ് ഓർ ബെസ്റ്റ് പ്ലേസ് എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ ഇതൊരു സിംഗിൾ വോള്യത്തിൽ എഴുതിയ ബുക്കാണ്. കൺഫ്യൂസ് ചെയ്യിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഡബിൾ വോള്യം അല്ലെങ്കിൽ ട്രിപ്പിൾ വോള്യം ആണോ എന്നൊക്കെ. പക്ഷെ ബേസിക്കലി യൂട്ടോപ്പിയ ഇസ് എ വർക്ക് ദാറ്റ് ടോക്സ് അബൌട്ട് ദിസ് നോ പ്ലേസ് ഓർ ദ ബെസ്റ്റ് പ്ലേസ് ആൻഡ് ഇറ്റ്സ് റിട്ടൺ ഇൻ എ single volume. So single volume ആണ് correct answer, option 1. Question number 54. Which genre includes stories of characters who try to solve a crime or unexplained event? അതായത് ഏത് കാറ്റഗറി ഓഫ് വർക്കിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വെൻ അതിലെ ക്യാരക്ടേഴ്സ് ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, മിസ്റ്ററി തന്നെയാണ്. ഇതിലെ ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഒരു ക്രൈം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഇവന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിലാണ് വി കോൾ ഇറ്റ് മിസ്റ്ററി. ഫോക്ക് ടെയിൽ അല്ല, ഫോക്ക് ടെയിൽ എന്ന് വെച്ചാൽ യു നോ വാട്ട് എ ഫോക്ക് ടെയിൽ ഇസ്, റൈറ്റ്? ഗ്രിംസ് ഫെയറി ടെയിൽ, ഫോക്ക് ടെയിൽ. സോ ഇതൊക്കെ ദീസ് ആർ സ്പ്രെഡ് ബൈ വേർഡ് ഓഫ് മൗത്ത്. സോ ഫോക്ക് ടെയിൽസ് അല്ല. ദെൻ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, ഹിസ്റ്ററി കമ്പൈൻ ചെയ്ത് വരുന്ന ഫിക്ഷൻ, അതുമല്ല. റിയലിസ്റ്റിക് ഫിക്ഷൻ, നോ വേ. മിസ്റ്ററി ആണ് കറക്റ്റ് ജോൺറ. ആൻഡ് റിമെമ്പർ ഈ വേർഡ് GENRE, ഇത് ഉച്ചരിക്കേണ്ടത് ജോൺറ എന്നാണ്. ആൻഡ് പീപ്പിൾ എസ്പെഷ്യലി മലയാളീസ് മിസ്പ്രൊനൗൺസ് ഇറ്റ് as genre. No way, it's a genre itself. In 55th question is haiku is a subgenre of. So haiku എന്ന് വെച്ചാൽ ജപ്പാനീസ് പോയട്രിയിൽ വരുന്ന ഒരു സബ് കാറ്റഗറി ആണ്. സോ ഇറ്റ്സ് എ വെരി സ്മോൾ പോയം. അതിൽ ബേസിക്കലി ഒരു 15 സിലബിൾസ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. ദ ഫസ്റ്റ് 15 to 17 സിലബിൾസ് ഒക്കെ ഇതിലുണ്ടായിരിക്കുള്ളൂ. യു വിൽ ഹാവ് 5 syllable in the first sentence, then 3 syllables in the next, and then 5 again. So 13 to 17 syllables ഉള്ള ഒരു പോയട്രി ഫോമിനെയാണ് നമ്മൾ ഹൈക്കു എന്ന് പറയുന്നത്. സോ അത് ഏതിന്റെ കാറ്റഗറി ആണെന്നാണ് ചോദ്യം. ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് പോയട്രി. സോ ഓപ്ഷൻ 3 is the correct answer.